കോടതി നിർദ്ദേശത്തിന് പുല്ലുവില നൽകി CPM. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPMന്റെ ഏരിയ സമ്മേളനം. വഞ്ചിയൂരിലെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. സമ്മേളനത്തിന് സംരക്ഷണം ഒരുക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും റോഡ് കയ്യേറിയാണ് CPMന്റെ നടപടി. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ആരടുത്ത് പറയാനാ? ഗവൺമെന്റിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ബുദ്ധിമുട്ടാതെ ഒഴിവാക്കേണ്ടതാണ്. എപ്പോഴും എന്ത് ആവശ്യമില്ലാതെ റോഡ് ക്ലോസ് ചെയ്യുന്നത് ശരിയായ നടപടിയല്ല, ഏത് ഭാഗത്തുനിന്നും ഉണ്ടായാലും. ഭയങ്കര പ്രശ്നമാണ്. നമുക്കൊന്നും വണ്ടി ഇത് വൺ വേ ആണ്. ഇപ്പോൾ 2 വേ ആക്കി എന്തോ പാർട്ടി പരിപാടിക്ക് വേണ്ടിയാണ് ഇത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നവർ. അറിയാൻ പറ്റില്ല വെച്ച് നമുക്ക് വണ്ടി ഇപ്പോഴേ ബ്ലോക്കാണ്, ഇനി കുറേ നല്ല ബ്ലോക്കാവും. വാർത്തയുടെ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി കാർത്തിക, നിസ്സഹായരായ മനുഷ്യരുടെ പ്രതികരണമാണ്. നിലവിൽ ആ ഭാഗം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് വന്നു ചേരുന്ന ഒരു സ്ഥലമാണ്. തൊട്ടടുത്ത് സ്കൂളുണ്ട്, കോടതിയുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ റോഡ് പൂർണ്ണമായും കെട്ടിയടച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേജ് അവിടെ ഉയർന്നിരിക്കുന്നത്. എങ്ങനെയാണ് നാട്ടുകാർ അവിടെ പ്രതികരിക്കുന്നത് രശ്മി? ഞാൻ ഇപ്പോൾ ആ റോഡിലാണ് ഉള്ളത്. വഞ്ചിയൂർ ജംഗ്ഷനാണ്, ത്രിവേണി ജംഗ്ഷൻ വഞ്ചിയൂർ റോഡിലാണ്. CPMന്റെ പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി നടു റോഡിൽ ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കുന്നത്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ജനം TV ആണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ സ്റ്റേജ്. ഇവിടെ ഈ സ്റ്റേജ് നടു റോഡിലാണ് കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പൂർണ്ണമായി പോലീസിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഈ സ്റ്റേജ് നിർമ്മാണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ 10 മണി മുതൽ രീതിയിൽ ഗതാഗത വളരെ രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇനിയിപ്പോൾ വരുന്ന 4-5 മണി സമയത്തും വലിയ രീതിയിൽ തിരക്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തണമെങ്കിൽ അത് മറ്റെവിടെങ്കിലും ഹാളുകളിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ അത് മാറ്റേണ്ടതുണ്ട്. ഇത്തരത്തിൽ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് നടു റോഡിൽ സ്റ്റേജ് കെട്ടിപ്പൊക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. വൈകുന്നേരത്താണ് ഈ സമ്മേളനം നടക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദനാണ് ഉദ്ഘാടനം. അതിനുശേഷം വൈകുന്നേരം 7 മണിയോടുകൂടി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകവും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. വിവിധ കലാപരിപാടികളുണ്ട്. നമുക്ക് ഈ റോഡിന്റെ ഒത്ത നടുക്ക് ഭാഗത്താണ് ഈ വലിയ രീതിയിലുള്ള സ്റ്റേജ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ മറുവശത്തേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ നേരത്തെ തന്നെ രാവിലെ തന്നെ ജനം TV പ്രതികരണം തേടിയിരുന്നു. ജനങ്ങൾ വളരെ രോക്ഷാകുലരായാണ് അവർ ചോദിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള രശ്മി, കുറച്ചുകൂടി കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഒരു ട്രാഫിക് ബ്ലോക്കിന്റെ ഭയാനകത കുറച്ചുകൂടി ദൃശ്യമാകുക. കാരണം സ്കൂൾ വിടാൻ പോകുന്നതേയുള്ളൂ, ഓഫീസുകളും വിടാൻ പോകുന്നതേയുള്ളൂ. അപ്പോഴായിരിക്കും വലിയൊരു ജനത്തിരക്ക് അവിടെ പ്രകടമാകുക. പൊതുവെ ഇപ്പോൾ വളരെ ശാന്തമായി വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നു പോകുന്ന റോഡാണ്. പക്ഷേ അവിടെയാണ് ഇപ്പോഴും വലിയൊരു ട്രാഫിക് കുരുക്ക് രൂപം കൊള്ളുന്നത്. തീർച്ചയായും ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയൊരു ബ്ലോക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഒരു 5 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും ഓഫീസ് വിടുന്ന സമയമാണ്, സ്കൂൾ വിടുന്ന സമയമാണ്. ഈ 4:30-4 മണി സമയം, ആ സമയമാകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് ഇവിടെ അനുഭവപ്പെടുമെന്നുള്ളൊരു കാര്യം തർക്കമില്ല. ഇത് ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ്, ഗോവിന്ദൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാണ്, ഹോളി ഏഞ്ചൽ സ്കൂളിലേക്ക് പോകുന്ന റോഡാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന്റെ ഒത്ത നടുക്കാണ് യാതൊരു അനുമതിയുമില്ലാതെ ഹൈക്കോടതിയുടെ നിർദ്ദേശം മറികടന്നുകൊണ്ട് CPMന്റെ പാളയം ഏരിയ സമ്മേളനത്തിന് വേണ്ടി റോഡിന്റെ നടുഭാഗത്ത് ഒരു സ്റ്റേജ് കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ കലാപരിപാടികളുണ്ട്, മറ്റ് ഉദ്ഘാടന സമ്മേളനം ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് സാധാരണക്കാരെ, യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നതാണ്. ഈ സ്റ്റേജ് ഈ രീതിയിൽ റോഡിന്റെ ഒത്ത നടുക്ക് കെട്ടിപ്പൊക്കിയിരിക്കുന്നത് വലിയ രീതിയിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ശക്തമായിട്ടുള്ള നിയമലംഘനമാണ് CPM പാളയം ഏരിയ കമ്മിറ്റി
സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശുദ്ധമായിട്ടുള്ള നഗ്നമായിട്ടുള്ള നിയമലംഘനം നടക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുൻവശത്താണ്. ഈ റോഡ് എന്ന് പറയുന്നത് അതിപ്രധാനമായിട്ടുള്ള റോഡാണ്. നമുക്കറിയാം, ഇപ്പം തന്നെ ഗതാഗത കുറിച്ചറിയാലോ, ജില്ലാശുപത്രി പോകുന്ന സാധാരണക്കാർ, പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള നിരവധി ആൾക്കാർ, ആ ആൾക്കാരെ സംബന്ധിച്ചുള്ള അവരുടെ മുഴുവൻ, അതായത് ഇന്നലെ തുടങ്ങിയ പണിയാണ്. ഈ അവരുടെ പൊറോട്ട നാടൻ കണക്കണം വല്ല ഗ്രൗണ്ടും എടുത്തു വെച്ച് ചെയ്യണം. ഇത് യഥാർത്ഥത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ നിയമലംഘനത്തിന് കേസെടുക്കണം. അതിന് പോലീസ് തയ്യാറാവണം. ഇവിടെ സാധാരണക്കാർ 4 പേർ റോഡിൽ കൂടി എന്നാൽ പിടിച്ചുകൊണ്ട് വന്ന പോലീസ് എന്താ പോലീസിന്റെ തിരുമുറ്റത്ത് നടക്കുന്ന ഈ തേർവാഴ്ച കാണാത്തത്? അപ്പോൾ CPM ആയിക്കഴിഞ്ഞാൽ എന്ത് നടക്കാമെന്നുള്ള ദാർഢ്യമല്ലേ കാണിക്കുന്നത്? ഒരു റോഡ് പൂർണ്ണമായിട്ടും ഒരു ദിവസം പൂർണ്ണമായിട്ടും ഇന്ന് രാത്രി 12 മണിയോടെ കഴിയൂ. അപ്പോൾ ഒരു ഇന്നലെ തുടങ്ങിയ റോഡ് അടച്ചിടൽ ഇന്ന് പൂർണ്ണമാക്കുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അപ്പം നാട്ടുകാരെ വെല്ലുവിളിക്കുകയല്ലേ ഇത്? അപ്പോൾ അവരുടെ സമ്മേളനം നടക്കുന്ന അവരുടെ പൊതുകാര്യമല്ല, അവരുടെ കാര്യമാണ്, അവരുടെ പാർട്ടി കാര്യമാണ്. അതിന് ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട്, അവിടെയൊക്കെ എടുത്തു വെച്ച് ചെയ്യണം. ഇത് ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്കെതിരെ ഗവൺമെന്റ്, പോലീസ് ശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറാകണം. പോലീസ് ഒത്താശ ചെയ്യണമെങ്കിൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനെയും പോലെ ഒത്താശ ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത്. കാരണം CPM ആയാൽ ഇവിടെ എന്തും ചെയ്യാം എന്നുള്ളതിന്റെ ദാർഢ്യമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് അനുവദിക്കാൻ പറ്റുന്ന ഒരെണ്ണമല്ല. അതെ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ CPM-ന്റെ ഒരു ധാർഷ്ട്യം അത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. CPM ആണെങ്കിൽ എന്തും നടത്താം എന്നുള്ളത്, അതായത് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കെട്ടിപ്പൊക്കാം എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ നിന്നും ഒരല്പം പുറകോട്ട് പോകുമ്പോൾ അവിടെയാണ് ത്രിവേണി ജംഗ്ഷൻ ഉള്ളത്. ആ ജംഗ്ഷനിലാണ് 4 വഴികൾ കൂടി ഒത്തുകൂടുന്ന ഒരു വഴിയാണ് ത്രിവേണി ജംഗ്ഷൻ. ആ ജംഗ്ഷനിലാണ് ഈ ആദ്യം ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് ഈ കെട്ടി അടച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 വഴിയിലേക്കും പോകുന്ന വാഹനങ്ങൾ ഈ ഒറ്റ വഴിയിൽ കൂടെ മാത്രം പോകേണ്ടി വരും. നമ്മൾ ജംഗ്ഷനിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത കുരുക്ക് നമുക്ക് കാണാൻ കഴിയും. അത് ഈ ഒരു സ്റ്റേജ് ഇവിടെ നിർമ്മിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ആ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഒരു അല്പസമയം കൂടി കഴിയുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജില്ലാ കോടതിയുടെ ഫ്രണ്ടിലാണ്, പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്, അതോടൊപ്പം തന്നെ പോലീസിന്റെ പൂർണ്ണ സംരക്ഷണയിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ഈ സ്റ്റേജ് നിർമ്മിക്കുന്നതിന്റെ 2 വശങ്ങളിലും നിരവധി പോലീസുകാരുണ്ട്. ആ പോലീസുകാർ ഈ ഒറ്റ റോഡിന്റെ സൈഡിൽ വാഹനം പാർക്ക് ചെയ്യുന്നവരോട് ഇവിടെ പാർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരല്പസമയം കൂടി കഴിയുമ്പോഴേക്കും 4 മണി 5 മണി 6 മണി സമയമൊക്കെ ആകുമ്പോഴേക്കും വലിയ രീതിയിൽ ഈ റോഡിൽ തിരക്ക് അനുഭവപ്പെടും. അപ്പോൾ യാത്രക്കാർക്കൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാകും. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ത്രിവേണി ജംഗ്ഷൻ എന്നുള്ള സ്ഥലത്തായിരിക്കും. അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇത് യാതൊരു അനുമതിയും ഇല്ലാതെ നഗ്നമായ നിയമലംഘനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി മൈക്കിനോ അല്ലെങ്കിൽ ഈ സ്റ്റേജ് കെട്ടുന്നതിനോ ഒന്നും തന്നെ യാതൊരു അനുമതിയും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പോലീസിന്റെ ഈ ഒരു സ്റ്റേജ് നിർമ്മിക്കുന്നതിന്റെ വശങ്ങളിലെല്ലാം തന്നെ പോലീസുകാരെ നമുക്ക് കാണാൻ കഴിയും. പോലീസുകാരുടെ ഒത്താശയും പോലീസുകാരുടെ സംരക്ഷണയുമാണ് ഈ നടു റോഡിൽ ഈ സ്റ്റേജ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വൈകുന്നേരത്താണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടേക്ക് എത്തുക. അതിനുശേഷം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകത്തിന്റെ അവതരണമുണ്ട്. അത് 7 മണിക്കാണ്. ഈ 6 മണി 5 മണി 7 മണി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഒരു റോഡാണ് വഞ്ചിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡ്. ഇപ്പോൾ ആംബുലൻസുകളൊക്കെ കടന്നു പോകുന്ന ഒരു വഴിയാണ്. കാരണം ജനറൽ ആശുപത്രി അവിടെയുണ്ട്, ഗോവിന്ദൻസ് ഹോസ്പിറ്റൽ ഉണ്ട്, സ്കൂൾ അവിടെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ഏതായാലും വരും മണിക്കൂറുകളിലൊക്കെ തന്നെ ഇവിടെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി രശ്മി, അങ്ങേയറ്റം ഗുരുതരമായ ഒരു സാഹചര്യം അവിടെ ഉടലെടുക്കുകയാണ്. രശ്മിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.